ട്രാഫിക് നിയമലംഘനങ്ങളിലെ പിഴ അടയ്ക്കാത്തവർക്ക് 50% ഇളവ് നൽകുന്നു. തീരുമാനിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ. തീർപ്പ് കൽപ്പിക്കാനുള്ള ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പിഴ 50% കുറയ്ക്കാൻ തീരുമാനിച്ചു. 2024 ഡിസംബർ 31 വരെ സംഭവിച്ച ട്രാഫിക് നിയമലംഘനങ്ങൾക്കാണ് ഈ ഇളവ് ബാധകമാകുന്നത്. ഒരേ വാഹനത്തിന് ഒന്നിൽ കൂടുതൽ ചെല്ലാനുള്ളതും ചില നിയമലംഘനങ്ങൾക്ക് ഉയർന്ന പിഴ അടയ്ക്കേണ്ടി വരുന്നതുമാണ് ഈ ചെല്ലാൻ തീർപ്പാക്കുന്നതിൽ നിന്നും വാഹന ഉടമകളെ പിന്തിരിപ്പിക്കുന്നത്. ഈ ചെല്ലാൻ കേസുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. അതിനാൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ഈ ചെല്ലാനുകൾക്ക് പിഴ തുകയുടെ 50% ഇളവ് പ്രഖ്യാപിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭ ഈ തീരുമാനമെടുത്തത്. നിയമലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴ ഏപ്രിൽ 30 മുൻപ് അടച്ചു തീർക്കാനെന്ന വ്യവസ്ഥയിലാണ് 50% ഇളവ് അനുവദിക്കുന്നത്. അമിത വേഗത, ചുവപ്പ് സിഗ്നൽ തെറ്റിക്കൽ തുടങ്ങി സാധാരണ ഗതാഗത നിയമലംഘനങ്ങൾക്കാണ് പലർക്കും പിഴ വന്നിട്ടുള്ളത്. ബൈക്കുകൾക്കാണ് ഏറെയും പിഴ വന്നിട്ടുള്ളത്. 10ഉം 25ഉം പിഴ വന്നിട്ട് അടയ്ക്കാതെ മുങ്ങി നടക്കുന്ന ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. പൊളിച്ചു വിറ്റാൽ പോലും പിഴയടയ്ക്കാനുള്ള തുക അതിൽ നിന്ന് കിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ബൈക്ക് അതിൽ പിഴയോട് പിഴയാണ്. ട്രാഫിക് ബ്ലോക്കിൽ പോലും കാൽനട യാത്രക്കാരുടെ ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിച്ചു പോകും. സിഗ്നലൊന്നും ആ ചെറുപ്പക്കാരന് വിഷയമേ അല്ല. ഒരു ദിവസം അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 10-20 പിഴകൾ ഇപ്പോൾ തന്നെയുണ്ട്. അടയ്ക്കാൻ ചെന്നപ്പോൾ ഏകദേശം 20,000 രൂപയിൽ കൂടുതലുണ്ട്. ഈ ബൈക്ക് തൂക്കി വിറ്റാൽ അത്രയും കിട്ടില്ല. അതുകൊണ്ട് ഓടുന്നത് വരെ ഓടിക്കാമെന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. കഴിഞ്ഞ ദിവസം വരുന്ന നിയമസഭയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു മന്ത്രി തൻ്റെ കാറിൻ്റെ ട്രാഫിക് പിഴ മുഴുവൻ അടച്ചു തീർത്തു. അദ്ദേഹത്തിൻ്റെ കാറിനും ഒരുപാട് പിഴകൾ ഉണ്ടായിരുന്നു. ആളുകൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഇതൊക്കെ അടയ്ക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് മുൻകൈ എടുക്കണം.